ചോറും സാമ്പാറും കാബേജ് തോരനും അച്ചാറ് പിന്നെ മീൻ വറുത്തായിരുന്നു. ഒരു അബദ്ധം പറ്റിപ്പോയി. ഇല്ല വെച്ചാ ഞാൻ മീനും അടുപ്പത്ത് വെച്ചിട്ട് തീയും കുറച്ച് വെച്ചിട്ട് കുളിക്കാൻ പോയതാണ്. പോയിട്ട് വന്നപ്പോഴത്തേക്ക് മീനിൻ്റെ പരിവം കാണിക്കും. ലോക പരാജയമായിപ്പോയി. ഇത്രയും പ്രതീക്ഷിച്ചില്ല. 1/2 കിലോ മീൻ മറക്കാൻ വേണ്ടി മേടിച്ച് ഇത് മിക്സഡ് മീനായിരുന്നുണ്ട്. ഇതെല്ലാം കൂടെ കരിഞ്ഞ് പറഞ്ഞു പോയി. ഇനി ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. എന്നിട്ട് അതിന് കരിയാത്ത 2 ചെറിയ വീട്ടിനടുത്ത് വെച്ച് കൊടുത്തു. ഇല്ല ചോ ചോ ഭയങ്കര പ്രശ്നമായി. ഇപ്പം നമ്മളാ മീൻ വെച്ചിട്ട് നമുക്ക് പണി കിട്ടിയല്ലോ. അതുകൊണ്ട് ആ മീൻ പോയി. ഇത്ര സമയത്തെ പണിയായിപ്പോയി. അതെല്ലാം വെട്ടി വൃത്തിയാക്കാനൊക്കെ പാടായിരുന്നു. ഒരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ കുളിക്കാൻ കയറി അതിന് മുമ്പേ ഇതായതായിരുന്നു. പക്ഷേ ഞാൻ വീണ്ടും കുറച്ചുകൂടെ ഒന്നും സെറ്റ് അവിടെ നിന്ന് വെച്ചിട്ടങ്ങ് പോയതാണ്. വന്നപ്പോഴത്തേക്ക് പണി പാടി. പൂട്ടില്ലേ നമ്മൾ ഇന്ന് ഇത് കഴിക്കും. അടിപൊളി സാമ്പാറാണ്. സാമ്പാറും കാബേജ് തോരനും. പനി ഞാൻ കടയിൽ നിന്ന് രാവിലെ മേടിച്ച് കഴിക്കാനൊക്കെ. വൈകിട്ട് പനിയുടെ ഇതൊക്കെയായിരുന്നു. പക്ഷേ കുളിച്ചു. ഒരാശ്വാസമുണ്ട്. പിന്നെ എളുപ്പം ഉണ്ടാക്കിയതാണ് സാമ്പാർ. ഇല്ല വെച്ചാൽ സാമ്പാറും തോരനും. ഇന്ന് താമസിച്ച് 2 മണിയായി. 2 മണിയായി. മാർസേ കഴിക്കാട്ടോ. ഓക്കെ. ഉണ്ട് നല്ല തണുപ്പാ. പാട്ടൊക്കെ പിന്നെ കഴിച്ചിട്ട് മൊത്തം കഴിക്കണം കേട്ടാ. കേട്ടോ, മൊത്തം കഴിക്കണം. ചോറ് മൊത്തം കഴിക്കണം എന്ന് പറഞ്ഞു. ചോറ് ഓക്കെ. എൻ്റെ ഒരു പുതിയൊരു പ്രോഗ്രാം സി കേരളത്തിൽ തുടങ്ങിയാണ്. പ്രണയവിലാസം എന്നാണ് എൻ്റെ പേര്. ജൂലൈ 6-ാം തീയതി രാത്രി 9 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ കൂട്ടരും പറ്റുമെങ്കിൽ കാണണം, പ്രോത്സാഹിപ്പിക്കണം. ഇല്ല പ്രണയവിലാസം, അതാണ് എൻ്റെ പേര്. ഓക്കെ, മൊത്തം കഴിക്കുക കേട്ടോ. ചോ ആ തോരനോട് ചോദിക്കണം. അടിപൊളി തോരനല്ലേ? തോരനോട് കഴിച്ചോട്ടെ.